സംസ്ഥാനത്ത് സാമ്പത്തിക പ്രതിസന്ധി തുടരുന്നതിനിടെ മുഖ്യമന്ത്രിക്ക് പുതിയ വാഹനം വാങ്ങാൻ തുക അനുവദിച്ച ധനവകുപ്പ്. 2 കാറുകൾക്ക് പകരം പുതിയ കാർ വാങ്ങാനാണ് പണം അനുവദിച്ചത്. 1,10,00,000 രൂപയാണ് അനുവദിച്ചിരിക്കുന്നത്. വിവരങ്ങളുമായി എസ് ശാലിനി ചേരുന്നുണ്ട്. ശാലിനി, വലിയ സാമ്പത്തിക പ്രതിസന്ധി സംസ്ഥാനം അഭിമുഖീകരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് പുതിയ വാഹനങ്ങൾ വാങ്ങാൻ 1 കോടി രൂപയിൽ പരം ചെലവഴിക്കുന്നത്. വിവരങ്ങൾ. നീലിമ, കഴിഞ്ഞ ദിവസമാണ് സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്ന് കരകയറിയിട്ടില്ലെന്നും സാമ്പത്തിക അച്ചടക്കവും സാമ്പത്തിക നിയന്ത്രണവും സംസ്ഥാനത്ത് പൊതുജനങ്ങൾക്കടക്കം വേണമെന്നൊരു നിർദ്ദേശം ധനവകുപ്പിന്റെ ഭാഗത്തു നിന്നും ധനമന്ത്രി KN ബാലഗോപാലിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഇത് നേരിടുകയും ചെയ്തതാണ്. ഇതിന് പിന്നാലെയാണിപ്പോൾ ട്രഷറി നിയന്ത്രണം അടക്കം സംസ്ഥാനത്ത് തുടരുന്ന സാഹചര്യത്തിൽ മുഖ്യമന്ത്രിക്ക് വേണ്ടി ഒരു ഇളവ് വരുത്തി മുഖ്യമന്ത്രിക്ക് വേണ്ടി പുതിയ വാഹനം വാങ്ങാനുള്ള സർക്കാരിന്റെ തയ്യാറെടുപ്പുകൾ ധനവകുപ്പ് ഇതിന് ഔദ്യോഗികമായി അനുമതി നൽകിക്കൊണ്ട് 1,10,00,000 രൂപ അനുവദിച്ചിരിക്കുകയാണ്. നിലവിൽ 2 കാറുകൾ, അതായത് മുഖ്യമന്ത്രിയുടെ ആവശ്യങ്ങൾക്കും മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വാഹനമായി ഇന്നോവ കാറ്റഗറിയിൽ വരുന്ന കറുത്ത 2 വാഹനങ്ങൾ ഔദ്യോഗികമായി മുഖ്യമന്ത്രിക്കുണ്ട്. ഈ 2 വാഹനങ്ങൾക്ക് പകരം മറ്റൊരു വാഹനം വാങ്ങാനാണ് ഇപ്പോൾ സർക്കാർ തലത്തിൽ തീരുമാനമായിരിക്കുന്നത്. ഇതിനാണിപ്പോൾ ധനവകുപ്പ് 1,10,00,000 രൂപ അനുവദിച്ചിട്ടുള്ളത്. തുക അനുവദിച്ചത് ധനവകുപ്പ് ഇന്ന് ആണ്. ഇതുമായി ബന്ധപ്പെട്ട ഉത്തരവ് ഇന്ന് ഉച്ചയോടുകൂടിയാണ് ധനവകുപ്പ് ഔദ്യോഗികമായി പുറത്തിറക്കുന്നത്. അതായത് അധിക ഫണ്ടായിട്ടാണ് തുക അനുവദിച്ച് ധനവകുപ്പ് ഈ ഉത്തരവ് മുഖ്യമന്ത്രിക്കും ഒപ്പം തന്നെ ഔദ്യോഗികമായി പുറത്തിറക്കുകയും ചെയ്തിട്ടുള്ളത്. നിലവിൽ മുഖ്യമന്ത്രി ഉപയോഗിക്കുന്ന 2 വാഹനങ്ങളുണ്ട്. അതിന് പകരമായി ഉപയോഗിക്കാനാണ് പുതിയ വാഹനം വാങ്ങുന്നത്. ഇതിനാണ് ഇപ്പോൾ ധനവകുപ്പ് അനുമതി നൽകിയിട്ടുള്ളത്. 10 ലക്ഷം രൂപയിൽ കൂടുതലുള്ള ബില്ലുകൾ പാസാക്കി എടുക്കാൻ അതിൽ ധനവകുപ്പിന്റെ പ്രത്യേക അനുമതി അടക്കം വേണമെന്ന് ഇരിക്കെയാണ് ട്രഷറി നിയന്ത്രണം നിലനിൽക്കുകയെ ഇത്തരത്തിൽ വാഹനം വാങ്ങാനായി മുഖ്യമന്ത്രിക്ക് വേണ്ടി മാത്രം ഒരു ഇളവ് ചെയ്തുകൊണ്ട് 1,10,00,000 രൂപ അനുവദിക്കുകയും ചെയ്യുന്നത്. സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്ന് കരകയറാതിരിക്കുന്ന ഒരു സാഹചര്യം ഇപ്പോഴുമുണ്ട്. ഇതടക്കമുള്ള കാര്യങ്ങളിൽ വീണ്ടും സംസ്ഥാനം മുണ്ടുമുറുക്കി കുത്തി മുന്നോട്ട് പോകണമെന്നുള്ള ധനവകുപ്പ് മന്ത്രിയുടെ അടക്കം പ്രഖ്യാപനങ്ങൾ നിലനിൽക്കുമ്പോഴാണ് മുഖ്യമന്ത്രിക്ക് വേണ്ടി ഇത്തരത്തിലൊരു ഇടപെടൽ സർക്കാർ തലത്തിൽ നടക്കുന്നത് എന്നുള്ളതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. കാരണം ആ 2 വാഹനങ്ങൾ വാങ്ങിയിട്ട് കഴിഞ്ഞ കുറച്ച് നാളുകളെ ആയിട്ടുള്ളൂ എന്നിരിക്കെ ആ വാഹനത്തിന് പകരം വീണ്ടും, അതായത് പുതിയ ഭരണസമിതി അല്ലെങ്കിൽ പുതിയ ഇലക്ഷൻ അടക്കം വരാനിരിക്കുന്ന സാഹചര്യത്തിൽ ഭരണസമിതി അടക്കം മാറാനിരിക്കുന്ന മുഖ്യമന്ത്രി അടക്കം മാറാനൊരുങ്ങുന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ വീണ്ടും മുഖ്യമന്ത്രിക്ക് ഇത്തരത്തിലൊരു അധിക ചെലവുണ്ടാക്കുന്നത്. എന്തായാലും സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ നിൽക്കുമ്പോൾ മുഖ്യമന്ത്രിക്ക് മാത്രം ഇളവുകൾ, മുഖ്യമന്ത്രിക്ക് മാത്രം പുതിയ വാഹനം, അതിനായി ഖജനാവിൽ നിന്നും 1,10,00,000 രൂപ ഇപ്പോൾ ഔദ്യോഗികമായി മാറ്റുന്നു. ഔദ്യോഗികമായി വിവരങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ശാലിനിയാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.